സംസ്ഥാനത്തെ 100-ലധികം പ്രമുഖ ആശുപത്രികൾ, പേരുകേട്ട ഡോക്ടർമാർ, ഇവർ കേരളത്തിലെ 10,000-കണക്കിന് മനുഷ്യ ശരീരങ്ങളെ ബഹിരാഷ്ട്ര കമ്പനികൾക്ക് വേണ്ടി ഗിനിപ്പന്നുകളാക്കിയെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് 2 മാസത്തോളമായി ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെടുന്നത്. രാജ്യത്ത് മരുന്നു പരീക്ഷണങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ക്ലിനിക്കൽ ട്രയൽസ് രജിസ്ട്രി പ്രകാരമുള്ള രേഖകളനുസരിച്ചാണിത്. ഇതനുസരിച്ച് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ കേരളത്തിലെ 1 ലക്ഷത്തിലധികം മനുഷ്യരിൽ മരുന്നു പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗം, കരൾ, വൃക്കരോഗികളിലാണ് പരീക്ഷണങ്ങളിൽ ഏറെയും നടന്നത്. നിയമത്തിന്റെ സൂക്ഷ്മതകൾ പാലിക്കപ്പെട്ട് മാത്രമേ രോഗികളിലോ രോഗമില്ലാത്തവരിലോ മരുന്നു പരീക്ഷണം നടത്താൻ പാടുള്ളൂ. പരീക്ഷണത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇതിന് വിധേയരാകുന്നവരെ പൂർണ്ണമായും ബോധ്യപ്പെടുത്തണമെന്നതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ ഇക്കാര്യം കേരളത്തിലെ മിക്ക പരീക്ഷണങ്ങളിലും പാലിക്കപ്പെടുന്നില്ല. മാതാ അമൃതാനന്ദമയി മഠം നടത്തുന്ന എറണാകുളത്തെ അമൃത ആശുപത്രിയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് പരീക്ഷണം നടന്നത്. 4 വർഷത്തിനിടയിൽ 81 മരുന്നുകൾ ഇവിടെ രോഗികളിൽ പരീക്ഷിക്കപ്പെട്ടു. ചുരുങ്ങിയത് 10,000 പേരെങ്കിലും ഇങ്ങനെ പരീക്ഷണ മൃഗങ്ങളായി. എറണാകുളം ജില്ലയിലെ ലേക്ക് ഷോർ ആശുപത്രിയിൽ 38, ലിസി ആശുപത്രിയിൽ 9, ലിറ്റിൽ ഫ്ലവറിൽ 9 പരീക്ഷണങ്ങൾ നടന്നതായി രേഖകൾ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ നടന്ന 150ഓളം മരുന്നു പരീക്ഷണങ്ങളിൽ 47 നടന്നത് മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഹെൽത്ത് ആൻഡ് റിസർച്ച് സെന്റർ എന്ന ആരും അധികം അറിയപ്പെടാത്ത സ്ഥാപനത്തിലാണ് എന്നതും ദുരൂഹമാണ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ 21, ശ്രീചിത്രയിൽ 22, ഗോകുലം മെഡിക്കൽ കോളേജിൽ 2009 ശേഷം മാത്രം 17 പരീക്ഷണങ്ങൾ അരങ്ങേറി. അനന്തപുരി ആശുപത്രിയിൽ 9, ജ്യോതിദേവ് ഡയബറ്റിക് സെന്ററിൽ 9, PRS ആശുപത്രിയിൽ 7, സർക്കാർ മെഡിക്കൽ കോളേജിൽ 11 പരീക്ഷണങ്ങൾ നടന്നു. തൃശൂർ ജൂബിലി മിഷൻ, വെസ്റ്റ് ഫോർട്ട്, എലൈറ്റ്, മദർ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലായി 50-നടുത്ത് പരീക്ഷണങ്ങൾ നടന്നു. പാലക്കാട് സായ് ഹോസ്പിറ്റൽ, പാലക്കാട് ഡയബറ്റിക് സെന്റർ എന്നിവിടങ്ങളിലും പരീക്ഷണങ്ങൾ നടന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി, മിംസ്, തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്റർ, കണ്ണൂരിലെ ധനലക്ഷ്മി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലും പരീക്ഷണങ്ങൾ നടക്കുന്നു. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇവയാണ്: കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ എത്ര മരുന്നു പരീക്ഷണങ്ങൾ, എത്ര മനുഷ്യ ശരീരങ്ങളിൽ നടപ്പാക്കി? മരുന്നു പരീക്ഷണത്തിന് ഇരയായവരിലെ പാർശ്വഫലങ്ങളെക്കുറിച്ച് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ബോധ്യമുണ്ടോ? മരുന്നു പരീക്ഷിക്കപ്പെട്ട ആളുകളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്ത്? ആർക്കെങ്കിലും ജീവാപായം സംഭവിച്ചിട്ടുണ്ടോ? മരുന്നു പരീക്ഷണം എന്ന പേരിൽ കേരളത്തിൽ നടന്നത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനങ്ങളും കുറ്റകൃത്യവുമാണെന്നാണ് ഇന്ത്യ വിഷൻ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത്. പരീക്ഷണമല്ല, മറിച്ച് കോടികളുടെ പരീക്ഷണ വ്യാപാരമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിലെ സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ നടന്ന മുഴുവൻ മരുന്നു പരീക്ഷണത്തെക്കുറിച്ചും വ്യക്തമായ അന്വേഷണം അനിവാര്യമാണ്. ക്യാമറാമാൻ S. സുരേഷ് കുമാറിനൊപ്പം PR സരിൻ, ഇന്ത്യ വിഷൻ.